എരമംഗലത്ത് വോട്ട് രേഖപ്പെടുത്തി PT അജയ് മോഹൻ. കുന്നംകുളത്ത് മാറ്റത്തിന്റെ കാറ്റാണെന്ന് UDF സ്ഥാനാർത്ഥി. കുന്നംകുളം നിയോജകമണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അജയ് മോഹൻ രാവിലെ തന്റെ സ്വന്തം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. വോട്ട് ചെയ്ത ശേഷം അദ്ദേഹം കുന്നംകുളത്തെ വിവിധ പോളിംഗ് സ്റ്റേഷനുകൾ സന്ദർശിക്കാൻ യാത്ര തിരിച്ചു. തെരഞ്ഞെടുപ്പിൽ UDF 100-ൽ കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിൽ കേരളത്തിലെ ജനങ്ങൾ മടുത്തിരിക്കുകയാണെന്നും ആ വികാരം വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല വിഷയവും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വിവാദങ്ങളും ജനങ്ങൾ ചർച്ച ചെയ്യുമെന്നും UDF-ന് അനുകൂലമായ തരംഗം സംസ്ഥാനത്തുണ്ടെന്നും അജയ് മോഹൻ കൂട്ടിച്ചേർത്തു. ഇവിടെയും കുന്നംകുളത്തും തവനൂരും ഒക്കെ നല്ല ശുഭപ്രതീക്ഷയിലാണ്. ഏതായാലും ഇത്തവണ UDF 100-ൽ പരം സീറ്റുകൾ വാങ്ങി അധികാരത്തിൽ വരും. 100-ൽ കൂടുതൽ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. കേരളത്തിലെ ജനങ്ങൾ 10 വർഷത്തെ ഇടതുപക്ഷ ഗവൺമെന്റിനെ വെറുത്തിരിക്കുകയാണ്. അത് വോട്ടായി പ്രതിഫലിക്കും എന്നുള്ളത് ഞങ്ങളുടെ വിചാരം, ഞങ്ങളുടെ ധാരണ. അത് ഉറപ്പായിട്ട് അങ്ങനെ തന്നെ സംഭവിക്കും. ശബരിമല അയ്യപ്പനെ അടക്കം കാക്കാൻ ശ്രമിച്ചവര്, കുട്ടികളിൽ രാസലഹരി കഴിഞ്ഞ 10 വർഷമായി പടർത്തിയവർ, അതുപോലെ തന്നെ കരുവന്നൂരൊക്കെ കേരളം ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് വോട്ട് UDF-ന് അനുകൂലമായിട്ടായിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് UDF-നെ സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തും.